നമസ്കാരം. രാജ്യാന്തര അവയവ റാക്കറ്റ് കേരളത്തിൽ വളരെ വിശാലമായി തന്നെ വലവിരിച്ചതായിട്ടുള്ള സൂചനകൾ വരുന്നുണ്ട്. ആളുകളുടെ ദാരിദ്ര്യം മുതലെടുത്തുകൊണ്ട് അവരെ ചതിക്കുഴിയിലാക്കുന്ന വൺ റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. തൃശ്ശൂർ ജില്ലയിലെ തീരദേശ പഞ്ചായത്തിൽ 30ഓളം പേർ പണം വാങ്ങി വൃക്ക അടക്കമുള്ള അവയവങ്ങൾ വാങ്ങിയെന്ന നടുക്കുന്ന റിപ്പോർട്ട് അതൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഗുരുതരമായി ആരോപണം പരാതിയായി ഉയർന്നിട്ട് പോലും ഈ വിഷയത്തിൽ വേണ്ടത്ര അന്വേഷണം നടത്തുവാൻ പോലീസ് പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസങ്ങൾക്ക് സാബത്ത് അറസ്റ്റിലായതോടെയാണ് തൃശ്ശൂർ ജില്ലയിലെ തീരമേഖലയിൽ പിടിമുറുക്കിയ അവയവ മാഫിയയെക്കുറിച്ചുള്ള വാർത്തകൾ അടക്കം പുറത്തു വരുന്നത് എന്നുള്ളതാണ്. രാജ്യാന്തര അവയവക്കടത്ത് റാക്കറ്റിലെ ഇടനിലക്കാരനായ സാബത്തിൻ്റെ തീരദേശവുമായിട്ടുള്ള ബന്ധം അത് പുറത്തു വന്നതോടെയാണ് ഈ പരാതി വീണ്ടും ചർച്ചയാകുന്നത്. 4 സ്ത്രീകളടക്കം 6 അവയവദാതാക്കളുടെ പേരും വിലാസവും ഫോൺ നമ്പറുകളും സഹിതം പൊതുപ്രവർത്തകൻ 5 മാസം മുൻപ് നൽകിയ പരാതിയിലാണ് പോലീസ് അന്ന് തെളിവില്ല എന്ന കാരണത്താൽ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായതെന്നാണ് പല ചാനലുകളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. മാധ്യമങ്ങൾ അത്തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. 5 ലക്ഷം രൂപ വീതം പ്രതിഫലം നൽകി നിർധന സ്ത്രീകളെ കുടുക്കി അവയവങ്ങൾ വിലയ്ക്ക് വാങ്ങുന്ന മാഫിയയിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു ആ പരാതി എന്ന് പറഞ്ഞാൽ. അന്വേഷണം അവസാനിപ്പിച്ചു എങ്കിലും സംസ്ഥാന തലത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നതാണ് ഉചിതം എന്നാണ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പോലീസ് റിപ്പോർട്ടുകൾ നൽകിയതുപോലും. ആ ശുപാർശയിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. തീരമേഖലയിലെ സ്ത്രീകളാണ് അവയവം നൽകിയത് എന്നതിനാൽ തന്നെ വൻകിട ആശുപത്രികളിലേക്കും അന്വേഷണം നീളുമോ എന്ന് ഇനി കണ്ടറിയേണ്ടതുണ്ട് എന്നതാണ്. കാരണം അവയവ വിൽപ്പന എന്ന് പറയുന്ന ആ മാഫിയെക്കുറിച്ച് സാന്ത്വനം ജീവകാരുണ്യ സമിതി പ്രസിഡന്റ് സി എ ബാബു മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് കഴിഞ്ഞ നവംബർ മാസം 1-ാം തീയതിയാണ്. ചിലരുടെ കരളും മറ്റു ചിലരുടെ വൃക്കയും പണം നൽകി മാഫിയ വാങ്ങിയെന്ന് പരാതിയിൽ അന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പഞ്ചായത്തിലെ 30ഓളം പേരിൽ നിന്ന് ഇതേ രീതിയിൽ പണം നൽകി അവയവങ്ങൾ വാങ്ങിയെന്ന് അത് മനസ്സിലാക്കുന്നതോടുകൂടിയാണ് പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ ഇദ്ദേഹം തീരുമാനിക്കുന്നത്. കടബാധ്യതയുള്ള സ്ത്രീകളെയായിരിക്കും ഈ അവയവ റാക്കറ്റ് കൂടുതലും ഉന്നം വയ്ക്കുക. ചില വനിതകളെ ഇടനിലക്കാരാക്കിക്കൊണ്ടാണ് കച്ചവടക്കാർ ഇവരെ സമീപിക്കുന്നത് പോലും. ശസ്ത്രക്രിയ നടത്തിയതെവിടെ എന്ന വിവരം അവയവദാതാക്കൾ ഒരിക്കലും പറയുന്നില്ല എന്നുള്ളതാണ്. അതിലേക്ക് ഇനി അന്വേഷണം നീളുമോ എന്നതിനാണ് ഇപ്പോൾ ആകാംക്ഷ. അതെവിടെയാണ് നടത്തിയത്, ഏത് ഹോസ്പിറ്റലിലാണ്, ഏത് ആശുപത്രിയിലാണ് നടത്തിയതെന്നൊക്കെ അറിയേണ്ടതുണ്ട്. അവയവ കൈമാറ്റത്തിന് 20ഓളം രേഖകൾ ആവശ്യമുണ്ടെങ്കിലും പലരും ഹാജരാക്കിയത് അവയവ മാഫിയ നൽകിയ വ്യാജരേഖകളാണ്. ആ വ്യാജരേഖകളാണ് എന്നുള്ളതാണ് ഇപ്പോൾ പരാതിയിൽ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സിറ്റി പോലീസിന് പരാതി കൈമാറി കഴിഞ്ഞപ്പോൾ അന്വേഷണം നടത്തിയ SHO റിപ്പോർട്ട് കൈമാറിയത് ഗുരുവായൂർ ACPക്കായിരുന്നു. എന്നാൽ തുടരന്വേഷണം അതിൻ്റെ പുറത്ത് കാര്യമായിട്ടുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതിനിടയിലാണ് രാജ്യാന്തര അവയവ റാക്കറ്റിൽ ഇന്ത്യയിലുള്ളത് അവസാന തട്ടിലെ ഏജന്റുമാരും ബ്രോക്കർമാരും മാത്രമാണ് എന്നുള്ള റിപ്പോർട്ടുകളടക്കം പുറത്തു വന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ പിടിക്കപ്പെട്ട തൃശ്ശൂർ വലപ്പാട് സ്വദേശിയായിട്ടുള്ള സബിത്ത് അവസാന കണ്ണിയാണ് എന്നാണ് പറയപ്പെടുന്നത്. റാക്കറ്റിൻ്റെ ഇന്ത്യയിലെ മുഖ്യ ഏജൻറ്റിൻ്റെ പേര് പോലും സബിത്തിന് കൃത്യമായിട്ട് അറിയില്ല എന്നുള്ളതാണ്. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തിയ അന്വേഷണം എന്നുള്ളതാണ്. അത് നീങ്ങുന്നത് ഹൈദരാബാദിലുള്ള ഒരു ഡോക്ടറിലേക്കാണ്. ഇനി അന്വേഷണം ആകും ഇനി ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അവയവദാനത്തിനായിട്ട് വിദേശത്തേക്ക് പോയി മടങ്ങിയെത്തിയ ഇരകളുടെ ബന്ധുക്കളുടെ പരാതിയിലാണ് അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടം കേന്ദ്ര ഏജൻസികൾ പൂർത്തിയാക്കി വിവരം ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകൾക്ക് തന്നെ ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. അപ്പോൾ ഇതിലിനി കേരള പോലീസാണ് അറസ്റ്റിലേക്ക് ആദ്യം നീങ്ങിയത് തന്നെ. റാക്കറ്റിൻ്റെ 2ാം നിര ബ്രോക്കറായിട്ടുള്ള സബിത്ത് കൊച്ചി വിമാനത്താവളത്തിലെത്തിയ വിവരം പരാതിക്കാരിൽ ഒരാൾ കൃത്യമായി അറിയിച്ചതാണ് അറസ്റ്റ് ചെയ്യാൻ കാര്യം, അല്ലെങ്കിൽ അറസ്റ്റിലേക്ക് വഴിയൊരുക്കിയത് അത് തന്നെ നമ്മൾ വേണമെങ്കിൽ പറയാം. സബിത്തിൻ്റെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ 2ാം ഘട്ട അന്വേഷണം നടന്നത്. വ്യാജ ആധാർ കാർഡ്, പാസ്പോർട്ട് എന്നിവയൊക്കെ ഉപയോഗിച്ച് ഇറാനിലേക്ക് കടത്തിയിട്ടുള്ള മലയാളികളുടെ വിവരം ഈ സബിത്തിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിക്കുകയായിരുന്നു. ഹൈദരാബാദിലെ ഡോക്ടറെക്കുറിച്ചുള്ള വിവരം കൂടി സബിത്ത് നൽകുകയായിരുന്നു. ഇതിനോടൊപ്പം ഈ ഡോക്ടറാണ് റാക്കറ്റിൻ്റെ ഇന്ത്യയിലെ ഏജൻറ്റുമാരിൽ പ്രധാനി എന്നാണ് അറിയപ്പെടുന്നത്. അത് ഹൈദരാബാദിലാണ്. UN അംഗത്വമുള്ള രാജ്യങ്ങളിൽ ഈ അവയവ കച്ചവടം നിയമം മൂലം അനുവദിക്കുന്ന ഏക രാജ്യമെന്ന് പറയപ്പെടുന്ന ഇറാനാണ്. വൃക്കയും കരളും പാൻക്രിയാസും കണ്ണുകളും ഗർഭപാത്രം, ത്വക്ക് എന്നിവയടക്കം 24 മനുഷ്യ അവയവങ്ങളുടെ കച്ചവടം ദാതാവിൻ്റെ സമ്മതപത്രത്തോടെ ഇറാൻ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവയവ കച്ചവട റാക്കറ്റിൻ്റെ മുഖ്യകണ്ണിയായിട്ടുള്ള ഇൻഷുറൻസ് കമ്പനി ഏജൻറ്റുമാരുടെ പ്രവർത്തനം എന്ന് പറയപ്പെടുന്നത് ഇറാനിലെ ആശുപത്രികളിൽ കേന്ദ്രീകരിക്കാൻ ഇതാണ് കാരണം എന്നാണ് പറയപ്പെടുന്നത്. കാരണം UN സഖ്യരാജ്യവും ഇന്ത്യയുടെ സൗഹൃദ രാഷ്ട്രവുമായിട്ടുള്ള ഇറാനിൽ നടന്ന കുറ്റകൃത്യമായതിനാൽ
നയതന്ത്ര പ്രശ്നങ്ങൾക്ക് വഴി തുറക്കാതെ കേസന്വേഷണം നടത്താനാണ് കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ നിർദ്ദേശം എന്ന് പറയപ്പെടുന്നത്. കാരണം ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള സബിത്തിനെ 10 ദിവസം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ കേസന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന മെഡിക്കൽ ഡോക്ടർ കൂടിയായിട്ടുള്ള എറണാകുളം റൂറൽ ESP ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൻ്റെ നീക്കമെന്ന് പറയപ്പെടുന്നത്. കാരണം ഇതിൻ്റെ യഥാർത്ഥ ആൾക്കാരെ കണ്ടെത്തുക. കേരളത്തിൽ രാജ്യാന്തര അവയവ റാക്കറ്റ് വിശാലമായി വലവിരിച്ചിരിക്കുന്നു എന്ന് പറയാം. ഒരു പഞ്ചായത്തിൽ മാത്രമാണ് ഈ 30ഓളം അവയവ കൈമാറ്റം നടന്നിട്ടുള്ളത്. അതിൽ ഇരകളായിട്ടുള്ള നിർധനരായിട്ടുള്ള സ്ത്രീകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ മാത്രമല്ല, സാബിത്തിൽ തുടങ്ങിയ അന്വേഷണം നീങ്ങുന്നത് ഹൈദരാബാദിലെ ഡോക്ടർമാരിലേക്കാണ്. അപ്പോൾ ഒരിടത്ത് വളരെ താഴെ തട്ടിൽ നിന്ന് തുടങ്ങി അങ്ങ് ഏറ്റവും മുകൾ തട്ടിൽ വരെ ഉള്ളവരുടെ ബന്ധം, അത്തരത്തിലുള്ളൊരു മാഫിയ, ഒരു കണക്ഷൻ, ഒരു നെറ്റ്വർക്ക് സിസ്റ്റം അത് രൂപീകരിച്ചുകൊണ്ടാണ് രാജ്യാന്തര അവയവ റാക്കറ്റ് കേരളത്തിൽ പോലും ഇങ്ങനെ വിശാലമായിട്ട് പിടിമുറുക്കുന്നത് എന്ന് പറയേണ്ടി വരും. സൂക്ഷിക്കുക. കാരണം ആകെ ഒരേ ഒരു രാജ്യം, ഇറാൻ മാത്രമാണ് അത്തരത്തിൽ അവയവ ദാനമല്ല അവയവ കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ള ഒരു രാജ്യമെന്ന് പറയപ്പെടുന്നത്. ആ രാജ്യത്തിലേക്കാണ് പലപ്പോഴും ഇവിടെ നിന്നുള്ള പലരുടെയും അവയവങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രത്തോളം രാജ്യാന്തര വ്യാപകമായിട്ട് നടക്കപ്പെടുന്ന ഒരു അവയവ റാക്കറ്റ്, ഒരു മാഫിയ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തപ്പെടുന്നത്, ആൾക്കാരുടെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുന്നുണ്ട്. അതിലേക്കാണ് കേരളത്തിൽ തന്നെ എത്തുമ്പോൾ തീരദേശ മേഖലകളിൽ, തീരപ്രദേശങ്ങളിൽ അവിടെ ഒരു പഞ്ചായത്തിൽ 30ഓളം യുവതികളടക്കമുള്ളവരെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നതിൽ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അവയവ ദാതാക്കളാക്കി മാറ്റിക്കൊണ്ട് അവരുടെ അവയവങ്ങൾ വിൽക്കുന്ന ഒരു സാഹചര്യം ഈ കേരളത്തിൽ കൂടി ഉണ്ടാകുന്നു. അങ്ങനെ രാജ്യാന്തരമായിട്ട് നടക്കപ്പെടുന്ന, ഇൻ്റർനാഷണൽ ലെവലിൽ നടക്കപ്പെടുന്ന അവയവ റാക്കറ്റ് മാഫിയ കേരളത്തിലും അങ്ങനെ ശക്തമായി പിടിമുറുക്കുന്നുണ്ട്. പലപ്പോഴും ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. പക്ഷേ അത് കൈകാര്യം ചെയ്യുന്ന രീതിയും അന്വേഷണ രീതിയും ഒക്കെ പലപ്പോഴും വളരെ ലാഘവത്തോടു കൂടിയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത് തഴച്ചു വളരുവാനുള്ള കാരണം. ഇപ്പോൾ വീണ്ടും അത് അന്വേഷണത്തിലേക്ക് എത്തപ്പെടുന്നു. ഇനി കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ രാജ്യത്ത് സുരക്ഷിതമായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടാകുവാൻ കഴിയും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം.